ഇനി ഹരിയാന സർക്കാർ യമുന നദിയിൽ വിഷം കലർത്തിയെന്ന ആരോപണം. അതിൽ മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആകെ വെട്ടിലായിരിക്കുകയാണ്. തെളിവുകൾ ഹാജരാക്കാൻ ഇന്ന് രാവിലെ 11 മണിവരെ സമയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കെജ്രിവാളിന് നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിമർശനത്തിന് പുറമെ BJP ഉൾപ്പെടെയുള്ള പാർട്ടികളും കെജ്രിവാളിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഗൗതം തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി. ഗൗതം, ഇത് വല്ലാത്തൊരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് കൂടി കെജ്രിവാളിനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ തന്നെ അഴിമതികളിൽ ഒക്കെ മുങ്ങി വല്ലാത്ത പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. ഈ പരാമർശത്തിൽ ഇനിയിപ്പോൾ തെളിവുകൾ നിരത്തിയത് വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല, തെളിവുകൾ കൃത്യമായി ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണെന്ന് മാത്രമല്ല BJP അടക്കം ഈ ആവശ്യവുമായി ശക്തമായി രംഗത്തുണ്ട് താനും. എങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ കെജ്രിവാളിൻ്റെ നടപടി? വീണ, ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 5-ന് നടക്കുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനിയും 4 ദിവസങ്ങൾ, ഇന്നൂടെ കൂട്ടി 4 ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. 3-ാം തീയതി വൈകുന്നേരം പരസ്യ പ്രചരണം അവസാനിക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വലിയൊരു വിവാദ പ്രസ്താവന അടുത്തിടെ നടത്തിയത്. അതായത് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായ യമുന നദിയിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഹരിയാനയിലെ BJP സർക്കാർ വിഷം കലർത്തുന്നു. അങ്ങനെ ഡൽഹിയിൽ ഒരു വലിയ കൂട്ടക്കുരുതി നടത്താൻ ഹരിയാന സർക്കാർ ശ്രമം നടത്തിയെന്ന ഒരു പ്രസ്താവന ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ നടത്തുകയായിരുന്നു. ഇത് നമുക്കറിയാം, ഹരിയാന ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഭാരതത്തിന്റെ തന്നെ മറ്റൊരു സംസ്ഥാനമാണ്. അങ്ങനെ ആളുകൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാനും 2 പ്രദേശങ്ങൾ തമ്മിൽ, പ്രത്യേകിച്ച് ഭാരതത്തിന്റെ യൂണിയനകത്ത് വരുന്ന അടുത്ത് കിടക്കുന്ന 2 പ്രദേശങ്ങളിലെ ജനങ്ങൾക്കിടയിൽ അനാവശ്യമായ സ്പർദ്ധയുണ്ടാക്കുവാനും അവിശ്വാസമുണ്ടാക്കുവാനും വഴിവെക്കുന്ന രീതിയിലുള്ളൊരു പ്രസ്താവന മുൻ മുഖ്യമന്ത്രിയുടെയും, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി പോലെ ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസായ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും ഗൗരവകരമായ സംഭവം എന്നത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഡൽഹിയിൽ എത്തി യമുന നദിയിൽ നിന്നും വെള്ളം കോരി കുടിച്ചുകൊണ്ടാണ് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി പ്രതിഷേധം അറിയിച്ചത്. തുടർന്ന് BJPയും കോൺഗ്രസും അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി. ഇന്നലെ രോഹിണിയിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് പരാജയം ആം ആദ്മി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിവിധ വിവാദ വിഷയങ്ങൾ, മദ്യനയം ഉൾപ്പെടെയുള്ള വിവിധ അഴിമതികളും ആരോപണങ്ങളും കെജ്രിവാളിനെതിരെ ഉയർന്ന സാഹചര്യത്തിൽ ശ്രദ്ധ തിരിച്ചുവിട്ട് 2 പ്രദേശങ്ങളിലെ ജനങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കാനും ഭിന്നതയുണ്ടാക്കുവാനുമുള്ള ശ്രമമാണ് കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് BJPയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെയും ആരോപണം. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരവിന്ദ് കെജ്രിവാളിന്റെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇന്ന് 11 മണിക്കകം കെജ്രിവാൾ തെളിവുകൾ നിരത്തണം. കാരണം ഇത്രത്തോളം ഗൗരവമുള്ള, ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതിന്റെ തെളിവുകൾ അനിവാര്യമാണ് എന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. അതിനാൽ ഇന്നത്തെ ദിവസത്തിനകം യമുന നദിയിൽ ഏതെങ്കിലും രീതിയിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തിക്കൊണ്ട് ഡൽഹിയിൽ ഒരു വലിയ കൂട്ടക്കൊലയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനത്തിന്റെ സർക്കാർ അങ്ങനെ ശ്രമിച്ചുവെങ്കിൽ അതിന്റെ തെളിവുകൾ നിരത്തണം, അല്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമാകും എന്ന കൃത്യമായ സന്ദേശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരവിന്ദ് കെജ്രിവാളിന് നൽകിയിരിക്കുന്നത്. വീണ.